രാത്രി സമയം 9:52 ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് 2-3 കേക്കുകളുടെ വർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കും ബട്ടർ കേക്കും ഒക്കെയാണ്. അപ്പോൾ നാളെ രാവിലെ കൊടുക്കാനുള്ളത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിന് ഒട്ടും തന്നെ സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് രാത്രി തന്നെ ചെയ്ത് വെക്കാമെന്ന് കരുതിയത്. അത് പോയിട്ട് രാവിലെ നമുക്ക് ചർച്ചിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ കേക്കിൻ്റെ വർക്ക് ഇപ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചർച്ചിൽ പോയിട്ട് സമാധാനത്തിലൊക്കെ കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ചെയ്ത് വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഏതാണ്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതിനെ ടിന്നിലോട്ട് ഒഴിച്ചതിന് ശേഷം ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഓവനിൽ ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ബേക്കായി കിട്ടും കേട്ടോ. ആ സമയം കൊണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ചോക്ലേറ്റും ചെറിയൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതും ഞാനിവിടെ ഒരു സൈഡിൽ കൂടി റെഡിയാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ കൊടുക്കാനുള്ളത് പെട്ടെന്ന് തന്നെ ലെയർ ചെയ്ത് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ പെട്ടെന്നൊക്കെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ചോക്ലേറ്റും ചെറിയും പിന്നെ പ്രളയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ തീരുന്നതിനനുസരിച്ച് നമ്മൾ കരുതിയിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഓർഡർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനും കഴിയും. ചിലപ്പോൾ എനിക്ക് ഒരു 2-3 മണിക്കൂർ കൊണ്ടൊക്കെ കേക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ എനിക്കത് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒരു ബാറൊക്കെ ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയും ഇതുപോലെ ബോക്സുകളിൽ ചോപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പ് നമുക്ക് വേണമെങ്കിൽ അടുത്തടുത്ത ഓർഡറൊക്കെ കിട്ടുമെന്നുള്ളതുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. അന്നേരമൊന്നും ചീത്തയായി പോകത്തില്ല. ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിൽ കൂടുതൽ ടൈം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഒരാഴ്ചയൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ഇരിക്കും. വേറെ ഒന്നും ചേർക്കാൻ പാടില്ല, നമ്മുടെ ഷുഗർ സിറപ്പ് മാത്രം. പിന്നീട് നമുക്ക് ഏത് ഫ്ലേവറാണോ കേക്ക് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് അതിൽ കൊടുക്കാം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അതെടുത്ത് ആഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പെട്ടെന്നൊക്കെ ഓർഡർ വന്നാൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നാളെ കൊടുക്കാനുള്ള കേക്കാണ്. അതിപ്പോൾ രാവിലെ കൊടുക്കാനുള്ള കേക്കാണ്. അതിപ്പോൾ ഏതാണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസത്തെ വർക്കാണിത്. ഇപ്പോൾ ചർച്ചിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ്. അപ്പോൾ അന്നേരം തന്നെ വീണ്ടും വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോസൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല നല്ല കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് വ്യൂവേഴ്സൊന്നും ഇല്ല. വീഡിയോ ഇട്ടാൽ തന്നെ കൂടിപ്പോയാൽ ഒരു 100, 200, 300 പേരൊക്കെയാണ് കാണുന്നത്. അപ്പോൾ റെസിപ്പി വീഡിയോസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിലോട്ടൊന്ന് കയറി നോക്കണം കേട്ടോ. ആപ്പിൾ കേക്കും ലെമൺ കേക്കും ഓറഞ്ച് കേക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യുന്ന രീതിയിലും ഓട്സ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബട്ടർ കേക്കിനുള്ളതാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിൽ വെച്ച ശേഷം നമുക്കടുത്ത് ബട്ടർ സ്കോച്ച് കേക്ക് റെഡിയാക്കാനുണ്ട്. അതിൻ്റെ സ്പഞ്ചൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ കൊടുത്തൊന്ന് റെഡിയാക്കാം.
അങ്ങനെ ബട്ടർ സ്കോച്ച് കേക്ക് നമ്മളിവിടെ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഒരു കുട്ടി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് ബാലൻസ് വന്ന ബാറ്റർ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ, മക്കൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ് കൊടുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബട്ടർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ആ ബട്ടർ സ്കോച്ചിൻ്റെ തന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. ഡിസൈനൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ തന്നിട്ടുള്ളൊരു കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഡിസൈൻ കൊടുക്കുന്നതൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കളർ മാത്രം മിക്സ് ചെയ്താൽ മതിയായിരിക്കും പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുക്കുമ്പോൾ. മറ്റ് നമുക്ക് നോസിൽ ഡിസൈനൊക്കെ കൊടുക്കുന്ന നേരത്ത് അധികം നമുക്ക് ക്രീമും വേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് കളറ് അതിൽ ചേരുകയും ചെയ്യും. ഇതാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഒരു ഫ്ലവറാണല്ലോ കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നോസിൽ വെച്ചിട്ട് ഫസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്തത് റൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ പാലറ്റ് നൈഫിൽ ഏറ്റവും ചെറിയ നൈഫ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. 2-3 കളറ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പീച്ച് കളറ്, പിന്നെ ഒരു റെഡ്, ഇതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ചില കസ്റ്റമറൊക്കെ അധികം ക്രീം വേണ്ടാന്ന് പറഞ്ഞിട്ട് കേക്ക് ഓർഡർ ചെയ്യുന്ന കസ്റ്റമറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. മറ്റ് നോസിൽ വർക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കളർ ക്രീം ചേരത്തില്ലേ, അപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വീട്ടിനകത്തുനിന്ന് ഒരാളെ കാണാനില്ല. അപ്പോൾ ആ സമയത്ത് കിച്ചണിൽ വന്ന് നോക്കിയപ്പോഴുണ്ട് നമുക്കുള്ള കേക്കിന് ഡിസൈൻ ചെയ്യുന്നതാണ്. ഇളയമൊക്കെ ഒരുപാട് താല്പര്യമാണ് കേട്ടോ ഈ കേക്ക് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ. അവളെ കൊണ്ട് കേക്ക് ചെയ്യിപ്പിക്കണമെന്നൊക്കെ എല്ലാ വെക്കേഷനിലും പറയുന്നതാണ്. പക്ഷേ ഒരു വെക്കേഷനിൽ എന്തോ ഞാൻ കേക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററൊക്കെ ഞാൻ തന്നെയാണ് തയ്യാറാക്കിയത്. ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഇതാണ് പരിപാടി. പിന്നെ ഞാൻ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ഫ്ലവർ വരച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊന്നും പറ്റില്ല, ബോഗൻവില്ലയുടെ ഫ്ലവർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബോർഡറൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുത്ത ശേഷം വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് ബോഗൻവില്ല നിൽപ്പുണ്ട്. അതിൽ നിന്ന് 2-3 കളർ ഫ്ലവറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഡിസൈൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ മുറിക്കാനുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൂക്കൾ പറിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ കുറച്ചൊന്ന് വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അവൾ അതൊന്നും വകവയ്ക്കൊന്നുമില്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് അവൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ എന്താ പോകുന്നുണ്ട്. പോയിട്ട് അവളുടെ ഇഷ്ടത്തിനുള്ള കളറൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കേക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന കേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക ലുക്ക് കൊടുക്കും കേട്ടോ ആ ഒരു കേക്കിന്. അപ്പോൾ ഇവിടെ കേക്ക് കട്ടിങ്ങൊക്കെ നടക്കുന്ന, കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് കഴിച്ച ശേഷം അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ ചെയ്ത ബട്ടർ സ്കോച്ച് കേക്ക് ഹോം ഡെലിവറി ആയിരുന്നു കേട്ടോ ചെയ്യാനുള്ളത്. ആ ഒരു കേക്ക് രാവിലെ 7:30 അവർക്ക് വീട്ടിലെത്തിച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 7-8 കിലോമീറ്റർ ഉണ്ട് ആ ഒരു വീട്ടിലെത്താനായിട്ട്. അപ്പോൾ രാവിലെ ഞാനത് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ആ കേക്ക് കൊടുക്കുന്ന കാര്യം. ഞാൻ തലേ ദിവസമേ കുറച്ച് ഉറക്കം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. രാവിലെ 7:15 ആയപ്പോഴാണ് ശരിക്കും ഞാൻ എണീറ്റതൊക്കെ. പിന്നെ നമ്മളെ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ വർക്കുകളൊക്കെ ഇതൊക്കെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.